പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്നവരുടെ യാതൊരു യോഗ്യതയുമില്ല ഇവിടെ വന്ന് സംസാരിക്കാൻ. പക്ഷേ ഞാൻ വന്നതിനൊരു കാരണമുണ്ട്. ഞാനൊരു ചരിത്രകാരി ആയതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ചരിത്രം എന്ന് കേട്ടാൽ ഒരു ജാതി പരമ ബോറാണെന്നായിരിക്കും അഭിപ്രായം. ബുക്കിൽ വായിച്ച് ബോറടിച്ച് കാണാപ്പാഠം പഠിച്ച് ഛർദ്ദിച്ച് വെക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ സ്കൂളുകളിൽ ഈ ചരിത്രം പഠിക്കുന്നത്. ഏതൊക്കെയോ കുറേ മഹാന്മാരും കുറേ മഹതികളും ഉണ്ട്, ഏതൊക്കെയോ കുറേ വർഷങ്ങൾ കാണാതെ പഠിച്ച് ഛർദ്ദിച്ച് വെക്കുക. വാസ്തവത്തിൽ ചരിത്രത്തെ ഭയപ്പെടുന്ന മേലാളവർഗം അതിനെ ഒതുക്കാൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണത്. വാസ്തവത്തിൽ ചരിത്രം എന്നാൽ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾക്ക് സ്വയം രൂപീകരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ്. ആ അർത്ഥത്തിൽ ചരിത്രത്തെ സ്വാംശീകരിച്ചവർ എന്ന നിലയ്ക്കാണ് ഞാനിവിടെ എത്തിയത്. ആ അർത്ഥത്തിൽ ചരിത്രത്തെ വളരെ കുറച്ചു പേർ മാത്രമേ കേരളത്തിൽ മനസ്സിലാക്കുന്നുള്ളൂ. ആ ചുരുക്കം ആൾക്കാരിൽ പെട്ടവരാണ് നിങ്ങൾ എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, അതും ഞാൻ ചരിത്രകാരി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. ചരിത്രത്തെ ഒരു പ്രായോഗിക കാര്യം തന്നെ പറയാനാണ്. അതായത് ഇപ്പോൾ ചരിത്ര പുരുഷന്മാരെ നമ്മൾ ആദരിക്കുന്നു, അവർ നേടിത്തന്ന മഹത്തായ നേട്ടങ്ങളെ നമ്മൾ ഓർക്കുന്നു. ഇതൊക്കെ ഒരു പുതിയ സമുദായ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറം നിങ്ങളെപ്പോലെയുള്ളൊരു സംഘടന, ചരിത്ര പ്രാധാന്യമുള്ള സംഘടന, DHRM കേവലം ഏതെങ്കിലും ഒരു ദലിത് സംഘടനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് സമകാലിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സാധ്യതകളെ മനുഷ്യർക്ക് മുന്നിൽ തുറക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാരുടെ ചരിത്രത്തിനപ്പുറം സമുദായത്തിൻ്റെ ചരിത്രം എന്ത് എന്ന് എഴുതാൻ കെൽപ്പുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ. ആ ചരിത്രം നമ്മളീ പറയുന്ന പുരാരേഖകളിൽ സർക്കാരും മേലാളരും ഒരുമിച്ച് കൂടി ശേഖരിച്ചു വച്ചിരിക്കുന്ന പുരാരേഖകളിൽ ഒരു പക്ഷേ കണ്ടില്ല എന്ന് വരും. പക്ഷേ അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇപ്പോൾ അധസ്ഥിത ജനത, അവർ പല തലമുറക്കാരുണ്ട്. മുതിർന്ന തലമുറക്കാരുടെ ഓർമ്മകളിൽ നിന്ന് വേണം അധസ്ഥിത ജനതയുടെ ചരിത്രം നമ്മൾ ശേഖരിക്കാൻ എന്നാണ്. അല്ലാതെ മേലാളർ ശേഖരിച്ചു വച്ചിരിക്കുന്ന പുരാരേഖാ ശേഖരങ്ങളിൽ നിന്ന് മാത്രമല്ല. അതിൽ നിന്ന് കുറച്ചേറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിവിടെ പലരും പറയുകയും ചെയ്തു. പക്ഷേ അതിനുപരിയായി ഒരു ചരിത്രം അധസ്ഥിത വർഗങ്ങൾക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളല്ല, ആ ചരിത്രം എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്നാലും എൻ്റെ ചില അന്വേഷണങ്ങളിൽ കണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. അതായത് ദലിതർ ചരിത്രത്തിൻ്റെ ഇരകളാണ്, പാവങ്ങളാണ് എന്നൊക്കെ. പാവങ്ങളൊന്നുമല്ല. ഇര എന്ന് പറഞ്ഞാൽ നമ്മൾ പാവം എന്നൊരാളെ പറ്റി സാധാരണ പറയുമ്പോൾ അധികാരശൂന്യർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പാവം എന്ന് പറയുന്നത്. അങ്ങനത്തെ തരത്തിൽ ആ അർത്ഥത്തിലെ പാവങ്ങളൊന്നും ആയിരുന്നില്ല ഒരിക്കലും കീഴാളർ. അധികാര ദുഷ്ഫലങ്ങൾ ഏറ്റുവാങ്ങിയവരാണെങ്കിലും അവരൊരിക്കലും ചേതനയറ്റവരൊന്നും ആയിരുന്നില്ല. ആ അധികാരത്തെ പലതരത്തിൽ പ്രതിരോധിക്കാൻ നേതാക്കൾ, അതായത് വലിയ വലിയ നേതാക്കൾ ഇല്ലാത്ത അവസരങ്ങളിൽ പോലും പ്രതിരോധിക്കാൻ ധാരാളം ശ്രമിച്ചതായിട്ടുള്ള തെളിവുകൾ ഞാൻ എൻ്റെ എളിയ പഠനങ്ങൾക്കിടയിൽ ധാരാളം കണ്ടിട്ടുണ്ട്. 3 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ഇത് വളരെ മുൻപുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ ആദ്യമായിട്ട് ജെസുവിറ്റ് പാതിരിമാർ വന്ന് ജനങ്ങളെ ക്രിസ്തു മതത്തിലേക്ക്, കത്തോലിക്ക മതത്തിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ച ആ അവസരത്തിൽ കോലത്തിരി രാജാവ് പോർത്തുഗീസ് ചക്രവർത്തിക്ക് എഴുതിയ ഒരു ലേഖനം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കത്ത്. ഇത് 1505 1505 ആ വർഷമാണ് ഇത്. ഈ കത്ത് ഈ കോലത്തിരി രാജാവ് പോർത്തുഗീസ് ചക്രവർത്തിക്ക് അയച്ചു കൊടുക്കുന്നത്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ പാതിരിമാരോട് മതം മാറ്റരുത്, എൻ്റെ മുക്കുവരെയും തീയരെയും അവർണജാതിക്കാരെയും മതം മാറ്റരുത് എന്ന് പറയണം. കാരണം അവർ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ അനുസരണയില്ലാത്തവരാകുന്നു. അതോടുകൂടി എൻ്റെ നായന്മാരുടെ വരുമാനം നശിക്കുകയും അവർ വലിയ കോപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്.
അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ടും കീഴ്ജാതിക്കാർ അവർ മേലാളരുടെ അധികാരത്തെ വിധേയരായിരുന്നെങ്കിൽ പോലും അതിനെ ചേതനയറ്റ രീതിയിൽ സ്വീകരിക്കുക മാത്രമായിരുന്നില്ല. അവർ വളരെ ശക്തമായ രീതിയിൽ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് അതിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അതിൻ്റെ തെളിവ്. ഇതുപോലുള്ള തെളിവുകൾ അവിടെയും ഇങ്ങനെ മിന്നലുകൾ പോലെ ധാരാളം കേരള ചരിത്രത്തിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഈ പ്രക്രിയ വളരെ ശക്തമാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം മലബാർ സംബന്ധിച്ച രേഖകളിലാണെങ്കിൽ ആ കാലത്താണല്ലോ നിങ്ങൾക്കറിയാം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകമെമ്പാടും പടർന്നു പിടിക്കുകയും മലയൻ കാടുകളിൽ ഇന്നത്തെ മലേഷ്യയിലെ കാടുകൾ വെട്ടിത്തെളിച്ച് റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്ക് സിലോണിലേക്ക് കടന്നു ചെന്ന് അവിടെയും മുഴുവൻ പ്ലാന്റേഷൻസ് വ്യാപിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ. അതിനാവശ്യമായ കൂലികളെ ഒരുപാട് ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുപോയത്. അങ്ങനെ കൂലികൾക്ക് വേണ്ടി ഈ മലബാറിൻ്റെ ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ മുഴുവൻ പലതരത്തിൽ ചെറിയ ചെറിയ ഏജൻസികൾ, നമ്മൾ ഇന്ന് ഗൾഫിലൊക്കെ പോകുന്ന പോലെ ധാരാളം ഏജൻസികൾ രൂപപ്പെടുകയും ഈ ഏജൻസികളിലേക്ക് ആളെ ചേർക്കാൻ ശ്രമം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അന്ന് ധാരാളം ദളിതർ മതം മാറി അങ്ങനെ സ്വാതന്ത്ര്യം സമ്പാദിച്ച് നേരെ ഈ ഏജൻസികൾ വഴി ഈ അന്യനാടുകളിലേക്ക് കടക്കുന്നതായിട്ടുള്ള രേഖയുണ്ട്. എന്ന് മാത്രമല്ല, പാലക്കാട് കളക്ടറുടെ ഒരു കത്തുണ്ട്. മദ്രാസ് പ്രസിഡൻസിയാണ് അന്ന്. അവിടെ അധികാരികൾക്ക് പാലക്കാട് ജില്ലയിൽ കളക്ടർ അയച്ച ഒരു കത്തുണ്ട്. ഒരു ബ്രിട്ടീഷുകാരൻ കളക്ടറാണ്. അയാൾ എഴുതിയത്, ഈ കണക്കിന് മതം മാറി ഇതുപോലെ ആൾക്കാർ രക്ഷപ്പെടാൻ തുടങ്ങിയാൽ ഈ പാലക്കാടും ഈ ഏറനാട് വള്ളുവനാട് താലൂക്കിലും കൃഷി ചെയ്യാൻ തൊഴിലാളികൾ ബാക്കിയുണ്ടാവില്ല എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഇരകളെ നിങ്ങൾ പാവമൊന്നുമല്ല, ഒരിക്കലും പാവങ്ങളായിട്ടില്ല. അവസരം കിട്ടിയോ ആ നിമിഷം അതിനെ മുതലെടുത്ത് ഈ ജാതി വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടുത്തെ കീഴാളർ ശ്രമിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തെ വീണ്ടെടുക്കുക എന്നാണ് നിങ്ങളുടെ ദൗത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയുള്ളവരൊക്കെ മഹാന്മാരായ അയ്യൻകാളിയായാലും പൊയ്കയിൽ അപ്പച്ചനായാലും ശരി, വൈകുണ്ഠസ്വാമികളായ ഈ മഹാന്മാരെ ചൊല്ലിയാണ്. അത് പ്രധാനമാണ്. അത് പ്രധാനമല്ല എന്നൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിലും പ്രധാനമാണ് സമുദായം തീർത്ത ഈ പ്രതിരോധത്തിൻ്റെ ചരിത്രം. അവരെങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് വഴങ്ങാതെ നിരന്തരം അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചത്. ആ ചരിത്രം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കും. നിങ്ങളുടെയൊക്കെ തന്നെ ഓർമ്മകളിൽ മുത്തശ്ശന്മാരെക്കുറിച്ചും മുതുമുത്തശ്ശന്മാരെക്കുറിച്ചും മുതുമുത്തശ്ശിമാരെക്കുറിച്ചുമുള്ള ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകളെ ഒരു വ്യക്തമായ ഒരു ക്രമത്തോടെ ശേഖരിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ന് പ്രബലമായി നിൽക്കുന്ന എല്ലാ ചരിത്ര ആഖ്യാനങ്ങളെയും ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 1-2 കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇപ്പോൾ ചരിത്രത്തിൽ നിന്ന് ചില വളരെ വിലയേറിയ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഈ വില്ലുവണ്ടി സമരം, ഈ വില്ലുവണ്ടി യാത്രാ സമരം, വില്ലുവണ്ടി ഏത് തരത്തിലാണ് വ്യത്യസ്തമാകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു പട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് പീഡിപ്പിച്ചവരെ കടിക്കാൻ പോകുന്ന പോലെ ഒരിക്കലുമല്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അത് സവർണർ പ്രചരിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരിക്കൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അയ്യൻകാളിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നായന്മാരുടെ വീട് ആക്രമിച്ചേനെ. നായന്മാരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുകയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ അവർ പ്രവർത്തിച്ചത്. മറിച്ച് അവർ ചെയ്തതെന്താണ്? മനുഷ്യർ എന്നുള്ള നിലയിൽ സ്വന്തം അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. അവരെ ആക്രമിച്ചപ്പോഴാണ്, അല്ലാതെ അവരാദ്യം കയറി ആക്രമിക്കുകയല്ല ചെയ്തത്. മാത്രമല്ല, അവരെ പോലെ മനുഷ്യത്വഹീനമായ നിലയിൽ കഴിഞ്ഞിരുന്ന വിഴിഞ്ഞം ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടിക്കൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് ദേശീയവാദത്തിലല്ല, മറിച്ച് ജാതി വിരുദ്ധ സമരങ്ങളിൽ തന്നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പിന്നെ 3-മതൊരു കാര്യം, ഈ ദലിത് സ്ത്രീകളുടെ ചരിത്രം. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും നല്ലൊരു ശതമാനം സദസ്സിൻ്റെത് സ്ത്രീകളാണ്. ദലിത് സ്ത്രീകൾക്ക് ചരിത്രമൊന്നുമില്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വില്ലുവണ്ടി സമരം ആണത്തത്തിൻ്റെ പ്രകടനമൊന്നുമല്ല. ആണത്വവും പെണ്ണത്വവും ഒന്നും ഇവിടെ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം
ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാന്മാരുടെ ഇടയിൽ പൊട്ടിപ്പറിച്ച നമ്മൾ ആ ലഹള, അത് സ്ത്രീകൾക്ക് മുലമറയ്ക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയായിരുന്നു. ഇതും സത്യം പറഞ്ഞാൽ സവർണർ പറഞ്ഞു പരത്തുന്ന ഒരു കഥയാണ്. വാസ്തവത്തിൽ പണ്ട് കാലത്ത്, അതായത് കേരളം ഉടനീളം ഈ മറയ്ക്കാതിരിക്കുക എന്നുള്ള പതിവ് മേലാളൻ്റെ മുമ്പിൽ കീഴാളൻ പ്രകടിപ്പിക്കേണ്ട ഒരു പ്രയോഗമാണ്. അതായത് ആണിനും പെണ്ണിനും മറച്ചുകൂടാ, പെണ്ണിന് മാത്രമല്ല ആണിനും മറച്ചുകൂടാ, ആണിനും മേൽമുണ്ടിടാൻ പാടില്ല. അപ്പം ഈ തെക്കൻ തിരുവിതാംകൂറിലെ സമരങ്ങൾ ഉണ്ടായ പശ്ചാത്തലം നിങ്ങൾ ഓർക്കണം. അവിടെ ലണ്ടനിൽ നിന്ന് LMS പാതിരിമാർ വന്ന് മതപരിവർത്തനം നടത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ സ്ത്രീകൾ വസ്ത്രം മറയ്ക്കാതിരിക്കുന്നത് വലിയ ഒരു തെറ്റും നാണക്കേടും വൃത്തികേടുമാണ്. നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും മേൽജാതിക്കാരുടെ മുന്നിൽ മറയ്ക്കാൻ പാടില്ല, ആണിനും മറയ്ക്കാൻ പാടില്ല, പെണ്ണിന് മാത്രമല്ല. ഒടുവിൽ സർക്കാർ ഈ LMS പാതിരിമാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിക്കുകയും അവർ പ്രത്യേകിച്ച് മതം മാറിയവർ വസ്ത്രം ധരിക്കാനായിട്ട് സമരം ചെയ്യുകയും ചെയ്തപ്പോൾ സർക്കാരിനൊരു പ്രശ്നമില്ല, മതം മാറിയവർ ബ്ലൗസ് ഇട്ടോട്ടെ, അതിനെന്താ, ഒരു കുഴപ്പമില്ല, മേൽമുണ്ടിട്ട് പോകരുത്. കാരണം മേൽമുണ്ടാണ് മേൽജാതിയിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷ്യം. നായർക്ക് മേൽമുണ്ടിടാം, ബ്ലൗസ് ഇട്ടോട്ടെ, ബ്ലൗസ് ഇടാൻ 1860-കളിൽ തന്നെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞത്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് മറയ്ക്കലാണോ പ്രശ്നം, അത് പരിഹരിച്ചു തരാം, ബ്ലൗസ് ഇട്ടോളൂ. മതം മാറിയ എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും മറയ്ക്കാം, അവർ ബ്ലൗസ് ഇട്ടു. പക്ഷേ ചാന്നാർ സ്ത്രീകൾക്ക് അത് പോരായിരുന്നു, അവർ ഈ ബ്ലൗസും ഇട്ടു, അതിൻ്റെ മീതെ ഒരു മേൽമുണ്ടും ഇട്ടു. അപ്പോഴാണ് ഈ ചാന്നാർ ലഹളയുടെ രണ്ടാം ഭാഗം അതിരൂക്ഷമായിട്ട് മാറുന്നത്. അല്ലാതെ നമ്മളെപ്പോഴും ഈ ചരിത്രത്തെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ജാതി വിരുദ്ധ ചരിത്രത്തെ വിക്ടോറിയൻ മൂല്യങ്ങൾക്ക് വേണ്ടി, ഈ വിക്ടോറിയൻ മൂല്യങ്ങളാണ് നമ്മളെ ഇത്രയും കുഴപ്പത്തിൽ ചാടിച്ചത്. നിങ്ങൾ ഈ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കൊക്കെ പോയി നോക്കൂ, ജോലി ചെയ്യാത്ത സ്ത്രീകളില്ല. വീട്ടിന് പുറത്തിറങ്ങി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നത് മാന്യതയായിട്ടാണ് കരുതുന്നത്. ഇന്ത്യയിൽ ഈ തെക്കൻ ഏഷ്യ, അതായത് ഇന്ത്യ, ശ്രീലങ്ക, ഈ ബ്രാഹ്മണ സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്ന് പറയുന്നത് വലിയ മഹത്വമായിട്ട് കരുതപ്പെടുന്നുള്ളൂ. ഈ ബ്രാഹ്മണ മൂല്യങ്ങളോട് വളരെ അടുത്ത് ചേർന്നിരുന്ന മൂല്യങ്ങളാണ് സായിപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തത്. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ സ്ത്രീകൾ മറയ്ക്കുന്നത് സ്ത്രീകളുടെ ശരീരം സ്വമേധയാ പാപമാണ്, ജനിച്ചപ്പോഴേ പാപമാണ്, ജന്മനാ പാപകരമാണ്, അത് മൂടി വെക്കണം എന്ന വിക്ടോറിയൻ പിന്നോക്ക മൂല്യത്തെയാണ് വാസ്തവത്തിൽ ആ സമരങ്ങളിൽ ഈ പാതിരിമാർ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾ അങ്ങനെയല്ല അതിനെ കണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയിരുന്നത് ജാതി വിരുദ്ധ സമരം തന്നെയായിരുന്നു. അവർ ഈ വിക്ടോറിയൻ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തെ ജാതി വിരുദ്ധ സമരങ്ങളാക്കി മാറ്റുകയായിരുന്നു. ആ സ്ത്രീകളാണ് മേൽമുണ്ടിടാൻ മുൻകൈയെടുത്തത്. അവരോട് പാതിരി പറയുന്നുണ്ട്, അത് ഈ LMS പാതിരിയുടെ സ്മരണകളിൽ അത് എഴുതിയിട്ടുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഈ സ്ത്രീകളെ വിളിച്ച് പറയുന്നു, നിങ്ങൾ എന്തിന് കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്നു, നിങ്ങൾക്ക് ബ്ലൗസ് ഇട്ടാൽ പോരെ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾക്ക് ബ്ലൗസ് ഇട്ടാൽ പോരാ. ആ സ്ത്രീകൾ ഒരു മറുപടിയും പറയില്ല. പക്ഷെ പിറ്റേന്ന് അവർ പള്ളിയിൽ വരുമ്പം മേൽമുണ്ടിട്ടേ വരും. അങ്ങനെ സ്ത്രീകൾ, ആ പ്രദേശത്തെ ചാന്നാർ സ്ത്രീകളുടെ ഈ വാശി എന്നുള്ള വാക്ക് സ്ത്രീവാശി, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്ത്രീവാശിയാണ് ഈ കലാപത്തിന് കാരണം ഈ സ്ത്രീകൾക്ക് മേൽമുണ്ട് കിട്ടിയേ മതിയാവും. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ കീഴാള ചരിത്രം എന്ന് പറയുമ്പോൾ പുരുഷന്മാരായ മഹാന്മാരുടെ മാത്രമല്ല, സാധാരണക്കാരായ കീഴാള സ്ത്രീകൾക്കും ഒരു ചരിത്രമുണ്ട്. അതും ജാതി വിരുദ്ധ സമരത്തിൽ പരിപൂർണ പങ്കാളികളായതിൻ്റെ ചരിത്രമാണ് അത്. ആ ചരിത്രവും വീണ്ടെടുക്കാൻ നിങ്ങളെ കൊണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്രയുമേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര ദൂരം നിങ്ങളോടൊപ്പം നടക്കാൻ ഒരവസരം തന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അടുത്തത് മഹാത്മാ അയ്യൻ കാളിയച്ചന്മാരുടെ സിനിമ സംവിധാനം ചെയ്ത സംവിധാനമായിട്ടുള്ള ആരാധനായ സൂര്യദേവ് സാറിനെ വേദിയിലേക്ക് സാദരവും ക്ഷണിച്ചോളുന്നു.